പാലക്കാട് എംഎൽഎയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയർന്ന ബലാത്സംഗ ആരോപണങ്ങളും അതിനെ തുടർന്നുണ്ടായ കേസുകളും വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കേസുകളിൽ പോലീസിന്റെയും സർക്കാരിന്റെയും വാദങ്ങൾ കോടതിയിൽ പൂർണ്ണമായും തകർന്നു വീണിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് നൽകിയ അപേക്ഷ കോടതി തള്ളിയതോടെ ഈ കേസിലെ ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തുവരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഒരു ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയായി ചിത്രീകരിക്കാനാണ് CPM കേന്ദ്രങ്ങൾ ശ്രമിച്ചതെന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. ഇതിനായി 3 ബലാത്സംഗ കേസുകളാണ് അദ്ദേഹത്തിനെതിരെ എടുത്തിരുന്നത്. എന്നാൽ ഈ കേസുകൾ ഒന്നും ബലാത്സംഗമോ മറ്റു ഗുരുതരമായ കുറ്റകൃത്യങ്ങളോ നടന്നിട്ടില്ലെന്ന് കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാൻ രാഹുൽ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറായതും ശ്രദ്ധേയമാണ്. പാർട്ടിക്കുള്ളിൽ സീറ്റിനായി പല നേതാക്കളും വലിയ ബഹളങ്ങൾ നടത്തുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച രാഷ്ട്രീയ അച്ചടക്കം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഏറ്റവും പുതിയ സംഭവ വികാസം രാഹുലിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള പോലീസിന്റെ അവസാന നീക്കവും പരാജയപ്പെട്ടു എന്നതാണ്. പരാതിക്കാരിയെ രാഹുൽ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു എന്നും ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണെന്നുമാണ് പോലീസ് കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഇതിന് പിന്നിലെ സത്യാവസ്ഥ രാഹുൽ കോടതിയിൽ സ്ക്രീൻഷോട്ടുകൾ സഹിതം തെളിയിച്ചു. തന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് കാണുന്നവരുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ അതിൽ പരാതിക്കാരിയെ കണ്ടുവെന്നും അവരെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ അറിയാതെ കോൾ ബട്ടണിൽ കൈ തട്ടിയതാണെന്നുമാണ് രാഹുൽ വ്യക്തമാക്കിയത്. 1 സെക്കൻഡിനുള്ളിൽ തന്നെ ആ കോൾ ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിലുപരിയായി പരാതിക്കാരിയുടെ അമ്മ തന്നെ രാഹുലിന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരവും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. ഇതിലുപരിയായി പരാതിക്കാരിയുടെ അമ്മ തന്നെ രാഹുലിന് വാട്സാപ്പിൽ മെസ്സേജുകൾ അയച്ചിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരവും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. പരാതിക്കാരി തന്നെ രാഹുലിന്റെ സ്റ്റാറ്റസുകൾക്ക് പലതവണ പ്രതികരിച്ചിരുന്നു എന്നതിനും തെളിവുകൾ ലഭിച്ചു. ഈ തെളിവുകൾ ഗൗരവമായി പരിശോധിച്ച കോടതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. പരാതിക്കാരിയുടെ ഫോൺ നമ്പർ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്നും അത് സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകണമെന്നും മാത്രമാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഗൗരവകരമായ മറ്റൊരു ചോദ്യം ഉയരുന്നത് മാധ്യമങ്ങളുടെ നിലപാടിനെ കുറിച്ചാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങുമെന്ന് കേട്ടപ്പോൾ വലിയ വാർത്തകൾ നൽകിയ പല ചാനലുകളും കോടതി വിധി അദ്ദേഹത്തിന് അനുകൂലമായപ്പോൾ നിഗൂഢമായ മൗനം പാലിച്ചു എന്നതാണ് ആരോപണം. പല മുൻനിര മാധ്യമങ്ങളിലും ഒരു ചെറിയ വാർത്തയായി പോലും ഇത് ഇടം പിടിച്ചിട്ടില്ല. പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു യുവ നേതാവിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ കള്ളക്കേസുകൾ ഉപയോഗിച്ച് വേട്ടയാടുകയാണ് എന്ന വാദത്തിന് ഈ സംഭവങ്ങൾ കൂടുതൽ ബലം നൽകുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഭരണപക്ഷത്തെ നേതാക്കൾ പ്രതികളാകുമ്പോൾ മാധ്യമങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പിനെ കുറിച്ചും ചർച്ചകൾ ഉയരുന്നുണ്ട്. DYFI മുൻ നേതാവ് അലൻ മാത്യുവിനെതിരെയുള്ള ബലാത്സംഗ കേസ് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതും ഇതിന്റെ ഉദാഹരണമാണ്. പ്രതിപക്ഷത്തെ നേതാക്കളെ തകർക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുന്ന സംവിധാനങ്ങൾ സ്വന്തം പാളയത്തിലെ തെറ്റുകൾ കാണുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച പക്വതയും കോടതിയിൽ തെളിയിക്കപ്പെട്ട സത്യാവസ്ഥകളും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.